എല്ലാവർക്കും നമസ്കാരം. ട്യൂണ ഫിഷ് എങ്ങനെയാണ് കറി വയ്ക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ജസ്റ്റ് അതൊന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം. രണ്ട് ടിന്നുണ്ട്. ഇതാണ് ട്യൂണ ഫിഷ്. ഓയിലാണ് ഇതുള്ളത്. ഓയിലുള്ളതുണ്ട്, വെള്ളത്തിലുള്ളതുണ്ട്. നല്ല സ്മെല്ലുണ്ടല്ലേ, നല്ല മീൻ്റെ സ്മെല്ല്. നമ്മളത് ട്യൂണ ഫിഷ് ഉണ്ടാക്കാൻ പോവാണ്. ഇങ്ങോട്ട് വരും, ഇൻഗ്രീഡിയൻസ് കാണിച്ചു തരാം. ഇത് ട്യൂണ ഫിഷ് ടിന്നിൽ വന്നത്. ഇതിൽ വേണ്ട സാധനങ്ങൾ ഉലുവ, പിന്നെ കടുക്, പിന്നെ മല്ലിപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി മുളക് പൊടി മാത്രമുണ്ട്. ഒന്നുകൂടെ ഉണ്ട് ഗരം മസാല, പിന്നെ സവാള, ഒരു ഉള്ളി അരിഞ്ഞത്, പിന്നെ കുറച്ച് ഇഞ്ചി, കുറച്ച് മുളക്. പേരൊക്കെ ചെറിയ തെറ്റ് വരും. സ്വന്തം കണ്ടുപിടിച്ച സ്റ്റൈലാണ് ഉണ്ടാക്കുന്നത്. ട്രോളണ്ട, എല്ലാം എൻ്റെ തന്നെ കഴിവുകളിലാണ് വരുന്നത്. ഉണ്ടാക്കേണ്ടത് കാണിച്ചു തരാം. അതിന് തന്നെ തോണാക്കണമല്ലോ. ഓക്കെ, തോണാക്കുക. ഉണക്കി കഴിഞ്ഞാൽ ചൂടാവുന്നവരെ വെയിറ്റ് ചെയ്യണം. പെട്ടെന്ന് ആയിക്കോളും. അത് ചൂടാവുന്നവരെ ഞാൻ ചൂടാവുന്നവരെ ചൂടായാൽ മതി. ആരായാലും സിമ്പിൾ, ഇത്രേ ഉള്ളൂ. വേഗം ചെയ്യും. സ്വന്തം കണ്ടുപിടിച്ചാണ് ട്രോളര്. അവിടെ പുക വരുമ്പോൾ ഇതിലിട്ട് വയ്ക്കുക. എൻ്റെ സ്റ്റൈൽ അതൊക്കെയാണ്. നമുക്ക് തോന്നുന്ന രീതിയിലല്ല, ഒരു രീതി ഉണ്ട്. എനിക്ക് അറിയുന്നില്ല. കുറച്ച് മതി, കുറച്ച് വയ്ക്കുക. അതൊന്ന് തിളയ്ക്കല്ല, ചൂടാകുമ്പോഴേക്കും കടുക് കയ്യിലിട്ടിടുക. ക്യാമറ ഇടട്ടെ? ഇടാണേ. പുക നിൽക്കണ്ട്. ഫസ്റ്റ് ടൈം ഉണ്ടാക്കുമ്പോൾ ചിലവർ ശരിയാവും. ഫുള്ള് കുറയ്ക്കും, കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഫുള്ള് കുറയ്ക്കും, വീശിട്ട് കാര്യമില്ല. ഇനി നമ്മളതിലോട്ട് ഉള്ളി ഇടണം. ഒരു ഉള്ളി അരിഞ്ഞത് നമ്മുടെ ആവശ്യത്തിനനുസരണം നമുക്കിടാം. ഞാനൊരു ഉള്ളിയാണ് കഴിച്ചിടുന്നത്. ചെറിയ പൊട്ടലൊക്കെ ഉണ്ടാവും, പേടിക്കണ്ട. ഫസ്റ്റ് ടൈം നമ്മൾ ഇളക്കി കൊടുക്കുക. കൈ കടാൻ സ്പൂണെടുക്കുക. എവിടെ സ്പൂണൊക്കെ? ഇതെവിടെ? നമ്മളുകൊണ്ട് അങ്ങോട്ടും എടുക്കുക. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇഞ്ചി, പച്ചമുളക് എല്ലാം ഇടാം. നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കുന്നതാണ്. എല്ലാം വലിച്ചു കഴിക്കൂടാ. രണ്ട് സാധനങ്ങൾ മൊത്തം ടൈമില്ലാത്ത സമയത്ത് നമുക്ക് സുഖമായിട്ട് ഉണ്ടാക്കാം. ഞാൻ സ്വന്തം കണ്ടുപിടിച്ച റെസിപ്പിയാണ്. ട്രൈ ചെയ്യുമ്പോൾ സൂക്ഷിക്കുക. കുറച്ച് ഇതൊരു ബ്രൗണിഷ് കളറായി വരുമ്പോൾ നമ്മളിതിലോട്ട് അല്പം ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു സ്പൂൺ മല്ലിപ്പൊടി, മുളക് പൊടി വേണ്ട ആവശ്യത്തിന്. എരിവ് വേണമെങ്കിൽ കൂടുതലിടാം. ഇത് കുറച്ചിട്ടാൽ ഗരം മസാല. എന്നിട്ട് ഇതിലോട്ട് എല്ലാം കൂടെ ഒരുമിച്ച് ഇടാം. ഇതൊന്ന് മിക്സ് ചെയ്യാം. കളിക്കാം. വെള്ളം എപ്പോഴും വയ്ക്കേണ്ടതെന്ന് ചോദിച്ചോളൂ. വയസ്സ് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക. അതിലോട്ട് ഉലുവേൻ്റെ പൊടി ഉണ്ടെങ്കിൽ പൊടിയിടുക. പൊടി ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഉലുവയാണ് ഇടുന്നത്. അപ്പോൾ ഉലുവ ഇടുക. നമുക്ക് പ്രശ്നമില്ല. 2 സ്പൂണിൽ നിങ്ങൾ ഫുഡ് ഉണ്ടാക്കിയാൽ മതി. നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് ബ്രൗണിഷ് കളറായി വരണം. ബ്രൗണിഷ് അല്ല, പൊടീൻ്റെ മണമൊക്കെ മാറണം. ഗൈസ്, ഇത് ഏകദേശം റെഡി ആയി വന്നിട്ടുണ്ട്. ഇതിലിട്ട് നമ്മൾ കുറച്ചും കൂടി ഗ്രേവി വേണമെങ്കിൽ ഇതിൻ്റെ ഓയിൽ കളയണ്ട. ഇത് ഓയിലാണ്. ഗ്രേവി വേണ്ടെങ്കിൽ ഓയിൽ കളയണം. ഗ്രേവി കുറച്ചാക്കുന്നതുകൊണ്ട് ഓയിലോടെ ഞങ്ങൾ ഒഴിക്കുകയാണ്. ഇട്ടേ
ഇതിലുള്ള ഫിഷ് മൊത്തം നമ്മളിലോട്ട് വടിച്ചിടണം. അത് അടിക്കുക എടുത്ത് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഗ്രേവി വേണ്ടെങ്കിൽ ഇതിൻ്റെ ലിക്വിഡ് വെള്ളം ഒഴിക്കേണ്ട. നന്നായിട്ട് ഇത് മിക്സ് ചെയ്യുക ഗൈസ്. സ്ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് ഉണ്ടാക്കാൻ, ഇതിൽ കരിഞ്ഞു പോകും. അല്ലെങ്കിൽ വെള്ളം കുറഞ്ഞു. ലോ ഫ്ലെയിമിൽ വെച്ച് ഇത് ഉണ്ടാക്കണം. ഗൈസ് ഉപ്പ് ഇച്ചിരി കുറഞ്ഞാണ്, നമ്മൾ ഇച്ചിരി ഉപ്പ് കൂടുതൽ ഇടുന്നുണ്ട്. കുറച്ചിട്ടാണ്. ഗൈസ് ഇതാണ് നമ്മുടെ മെയിൻ ഷെഫ് മറിയാമ്മ. ഇത് നമ്മുടെ അസിസ്റ്റൻറ്റ് ഷെഫ്. ഞാനാണ് ഏറ്റവും നല്ല ഷെഫ്. നമ്മുടെ മീൻകറി ഇതാ ആയിക്കൊണ്ടിരിക്കുന്നു ഗൈസ്. നല്ല മീൻകറി ഗൈസ്. ഇതാ നമ്മുടെ അടുത്ത ഷെഫ് ഇതാ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാ നമ്മുടെ കയ്യാറായി ഗൈസ്. ഇപ്പോൾ അത് കുക്ക് ചെയ്ത് കിട്ടും. ഇതാ ഗൈസ് വേറെ പരിപാടികളാണ്. ഇതാ ഗൈസ് വെളിച്ചെണ്ണ, എല്ലാം നമ്മൾ ഇടുന്നു ഗൈസ്. കുരുമുളക് നമ്മുടെ ആവശ്യത്തിന് മാത്രം ഇട്ടാൽ മതി ഗൈസ്, വേണമെങ്കിൽ മാത്രം. ഇത് കുരുമുളക് പൊടിയാണ്, നമ്മുടെ വീട്ടിലെ കുരുമുളക് പൊടിച്ചതാണ്. അപ്പോൾ ട്യൂണ ഫിഷ് ഫ്രൈയിലേക്ക് നമ്മൾ ഈ കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്യുകയാണ്. ഏകദേശം വെന്ത് കഴിഞ്ഞു. അപ്പോഴാണിത് നമ്മൾ ആഡ് ചെയ്തത്. ഗൈസ് നമ്മൾ മീൻകറി കഴിക്കാൻ പോവാണ് ഗൈസ്. മീൻകറി, ഫിഷ് കറി, ട്യൂണ ഫിഷ്. ഇതാ നമ്മുടെ ഫിഷ് കൂട്ടാൻ. എന്താ നമ്മുടെ മെയിൻ ഷെഫ്. അപ്പോൾ ഞങ്ങൾ ബ്രെഡും ട്യൂണ ഫ്രൈയും കൂടെ കഴിക്കുകയാണ്. സ്വന്തം പാചകമാണ്. അപ്പോൾ ടേസ്റ്റ് എങ്ങനെയുണ്ട് നോക്കട്ടെ. അടിപൊളി, നന്നായിട്ടുണ്ട്. ട്യൂണ ഫിഷ്, ബ്രെഡ്, സെൽഫ് കുക്ക്ഡ് ആണ് ഗൈസ്, സെൽഫ് കുക്ക്ഡ്. ഞാൻ വെച്ചാൽ ടേസ്റ്റ്, വെറൈറ്റി ടേസ്റ്റ്, അടിപൊളി. ദിസ് ഫിഷ് ട്യൂണ ഫിഷ് കുടംപുളി ഇട്ട് വെച്ചതാണ്. ഞാൻ അപ്പൂസും ട്യൂണ ഫിഷ് ഫ്രൈ ചെയ്തു. ഇത് അമ്മച്ചി മിനിയും കൂടെ കുടംപുളി ഇട്ട് വെച്ചതാണ്. അതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ. ഇതും അടിപൊളിയാണ്. രണ്ടിനും രണ്ട് തരത്തിൽ ടേസ്റ്റാണ്. പിന്നെ ഉള്ള കാര്യം പറയാലോ, കുടംപുളി ഇട്ട് വെച്ചതിനൊരു ഇത്തിരിയോടെ കുടംപുളി ഇട്ട് വെച്ച ട്യൂണ കറി ഒന്ന് കഴിച്ചു നോക്കുമ്പോൾ രണ്ടും ഡിഫറെൻ്റ് ടേസ്റ്റാണ്. രണ്ടും അടിപൊളിയാണ്. അവിടെ നേരത്തെ എന്താ പറഞ്ഞേ ഗൈസ്? വെറുതെ പറയാണ് ഗൈസ്, പ്രതിഷേധമാണ്, പ്രതിഷേധം. ടേസ്റ്റ് നാടൻ മീൻകറിയല്ല ഗൈസ്, വെറൈറ്റി ടേസ്റ്റ്. നല്ല സ്പൈസിയാണ്. കുടംപുളി ഇട്ട് വെച്ച് തീർത്തു. ഫ്രൈ ചെയ്തത്
തീർത്തുകൊണ്ടിരിക്കുകയാണ്.